ഇതൊന്നുമില്ല. നിങ്ങൾ നോക്ക് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് ഇപ്പൊ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിരിക്കണം. ബാലേന്ദ്രകുമാറിന്റെ മൊഴികൾ മുഴുവൻ വിശ്വസനീയമാണ് എന്ന് എഴുതി വെച്ച അതേ കോടതി ഇന്ന് പറയുന്നു രണ്ടാമത് കത്തെഴുതിയത് ഈ പൾസർ സ്വീഡൻ നേരിട്ടാണ്. നിങ്ങൾ വഞ്ചുമാരെ വഞ്ചിച്ച പോലെ എന്നെ വഞ്ചിച്ചു. എനിക്ക് ഇനി ഞാൻ നിങ്ങളെ കുറിച്ച് ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളുടെ പൈസ ഇനി വേണ്ട. കള്ളനോ കൊലപാതകയോ ആരും ആയിക്കോട്ടെ, പറയുന്നത് ശരിയാണെങ്കിൽ അയാൾ സാക്ഷിയാണ്. എന്തായാലും 30 വർഷമാവാണ് ഈ ജനുവരിയിലേക്ക് ഞാൻ ഈ പ്രൊഫഷനിൽ ആരാണെന്ന് എനിക്ക് എന്തെങ്കിലും കഴിവ് 6ാമത്തെ മാസത്തിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരോട് നിങ്ങളൊരു അന്വേഷണം നടത്തും. എനിക്ക് വിവരം കൊടുക്കുകയാണ്. സത്യസന്ധമായിട്ടും കയ്യിൽ നിന്ന് കാശെടുത്തിട്ടും കേസ് നടത്തുകയും വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. സേഫ്ഗാർഡ് ഇന്ത്യൻ വിമൻസ് അഡ്വക്കേറ്റ് TB മിനിയോടൊപ്പം ഉള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വിധി വന്ന സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ കേസ് ഇത്ര പബ്ലിക് അറ്റൻഷൻ കിട്ടിയത് തന്നെ ഈ 8ാം നമ്പറിന്റെ പേരിലാണ്. രാജ്യത്ത് ലോകത്തില്ല കൊട്ടേഷൻ ഇല്ല, ലോകത്തിലെ ഒരു പക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത്. പക്ഷെ ഈ 8ാം പ്രതിയായി കരുതപ്പെടുന്ന വ്യക്തിക്കെതിരെ ധാരാളം തെളിവുകൾ കണ്ടെത്തിയത് ആ സമയം ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് തന്നെ പിന്നെ പ്രാഥമികമായ തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ജാമ്യം നിഷേധിക്കുന്നത് തന്നെ. തുടർച്ചയായി അടുത്ത 2-3 മാസം ജാമ്യം നിഷേധത്തിന്റെ പെരുമഴയായിരുന്നു. 2017 ഒക്ടോബർ 3-നാണ് ആദ്യമായി ഉപാധികളോടെ ജാമ്യം ലഭിക്കുന്നത്. അപ്പോഴും അതിനുശേഷവും നമ്മൾ അവസാനത്തെ ജഡ്ജ്മെന്റ് വരുന്നതുവരെ ഈ 8ാം നമ്പറിനെതിരെ ശക്തമായ, അഥവാ ദിലീപിനെതിരെ ശക്തമായ തെളിവുണ്ട് എന്ന് പോലീസും പ്രോസിക്യൂഷനും വാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കോടതി വ്യക്തമായി തെളിയിക്കാൻ പറ്റിയില്ല എന്ന് ആണോ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്? അതുപോലെ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇവിടെ കണ്ടില്ല, ഹൈക്കോടതി കാണും എന്നതിലാണോ കാണുന്നത്? അതായത് ഞാനെന്നും പറയണത് ഒരാൾ തന്നെ കളിയാക്കും, കോട്ടയിൽ നിറയെ തെളിവെന്നും പറഞ്ഞ എല്ലാം കിട്ടില്ല. എല്ലാവരുടെയും ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ലേ പോലെ കിട്ടാതെ എല്ലാ സോഷ്യൽ മീഡിയയിലും കിട്ടും. സോഷ്യൽ മീഡിയയിൽ നിറച്ച് ജഡ്ജ്മെന്റ് ഉണ്ട്. അതിപ്പോ എല്ലാം എന്താണല്ലോ ഡിജിറ്റൽ ആയത്. നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കൂ. പല തരത്തിലുള്ള തെളിവുകളാണ്. ആ തെളിവുകളെ ഒരു സാധാരണ മനുഷ്യന്റെ കോമൺ സെൻസിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാം. തെളിവ് കൊടുത്തിട്ടുണ്ടല്ലോ കോടതി. അത് പറയുന്നത് ആ തെളിവ് പോരാ, ഇങ്ങനെ അന്വേഷിക്കണമായിരുന്നു, ഇതിലേ പോയില്ല, അതിലേ പോയില്ല. ഒരിക്കലും ഒരു കോടതിക്കും ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാനോ ഇൻവെസ്റ്റിഗേഷനിൽ ഡയറക്റ്റ് ചെയ്യാനോ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം അനുവദിക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് അത് കോടതിയിൽ കൊടുക്കുന്നു. കോടതി അത് പരിശോധിച്ചിട്ട് അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നോക്കിയതിനു ശേഷം അത് ചാർജ് ഫ്രെയിം ചെയ്യുന്നു കോടതിയാണ്. കോടതി ഫ്രെയിം ചെയ്ത ചാർജ്, 3ാം ചാർജ്, ബാലേന്ദ്രകുമാറിന്റെ മൊഴികൾ മുഴുവൻ വിശ്വസനീയമാണ് എന്ന് എഴുതി വെച്ച അതേ കോടതി ഇന്ന് പറയുന്നു ബാലേന്ദ്രകുമാറിന്റെ മൊഴികൾ വിശ്വസനീയമല്ല. അതിനി ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കേണ്ടത് മേൽക്കോടതിയാണ്. അതെ, ഇങ്ങനെ പറയണമെങ്കിൽ അതിനൊരു നിയമത്തിന്റെ പിൻബലം വേണമല്ലോ. അത് അവിശ്വസനീയമാണ് എന്ന് പറയണമെങ്കിൽ നിയമത്തിന്റെ ഒരു കുഴപ്പം എന്താ അറിയാമോ? ഓരോ ജഡ്ജിമാരുടെയും നിയമത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പോ ആ ഇന്റർപ്രിട്ടേഷനില് ചില ആളുകൾ പറയുന്നു. പിന്നെ പ്രതിക്കുള്ള ഒരു ഗുണം എന്താ? ക്രിമിനൽ കേസിൽ സംശയത്തിന്റെ ആനുകൂല്യം മുഴുവൻ പ്രതിക്കാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട് മുഴുവൻ തെളിയിച്ചെടുക്കണം. മനസ്സിലായ? രണ്ടും തന്നെയാണ്. അവിടെ എനിക്ക് മനസ്സിലാകാത്തൊരു സാധനം, ഈ കോൺസ്പിറസി കേസുകളൊന്നും സാധാരണ തെളിയിക്കപ്പെടാറില്ല എന്ന് പറയാമല്ലോ. പൊതുവിൽ ആൾക്കാർ പറയുന്നതാണ് കോൺസ്പിറസി കേസുകൾ തെളിയിക്കപ്പെടാറില്ല. വെറുതെ ആൾക്കാർ പണ്ടെന്നറിയാം. DPയുടെ കേസില് കോൺസ്പിറസി കേസില് തെളിയിച്ച് അദ്ദേഹം അകത്ത് പോയി ഇനിയിപ്പോ എന്താ മരിച്ചുപോയി. പിന്നെ കോൺസ്പിറസി തെളിയിക്കില്ല എന്ന് പറഞ്ഞ വെറുതെ പറയുന്നത് എന്താണ്? ഇച്ചിരി ടഫ് ആവുന്നത് എന്താണെന്ന് വെച്ചാല് ഞാനും നിങ്ങളും മാത്രമായി ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഒരു കാര്യം തീരുമാനിച്ചത്.
കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് പ്രതി കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ. പൾസർ സുനി ഇപ്പോൾ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ സാധനം അന്ന് പോലീസിനോട് ശരിയായ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ കോൺസ്പിറസി അവിടെ തെളിഞ്ഞു പോയേനെ. ഇത് പ്രതിയിൽ നിന്ന് മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് ഈ കാര്യങ്ങൾ കിട്ടുള്ളൂ. വേറെ ആരും കിട്ടില്ല. ഞാനും നിങ്ങളും പോയി ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുമ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാളിൽ നിന്ന് ഈ കോൺസ്പിറസി കിട്ടും. അതാണ് അതിന്റെ ടെസ്റ്റ്. പക്ഷെ അതിനൊരു ഗുണം എന്താ? ആ കോൺസ്പിറസിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തെളിവ് കിട്ടിയാൽ ആ തെളിവ് മറ്റ് കേസുകളിലെ ഡയറക്റ്റ് തെളിവിനെ ഈക്വലായിട്ട് കോടതി പരിഗണിക്കും. ഇവിടെ കണ്ണിൽ കണ്ട തെളിവ് ആരുടെയൊക്കെയോ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയി ഈ കത്ത് രണ്ടെണ്ണം വന്നിട്ട് കാണാം. പൾസർ സുനിയുടെ കത്തില് ആദ്യത്തെ കത്ത് എഴുതിയത് ബിപിൻ ലാലി എന്ന് പറഞ്ഞ ഒരു തടവുകാരൻ. അയാൾ PhD ചെയ്യാണ് ഇപ്പോൾ. അന്ന് LLB ചെയ്യായിരുന്നു. അപ്പൊ ആർക്കോ അയാൾ വളരെ സാധു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അത് അവിടെ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസിന്റെ ഏതോ നേതാക്കന്മാരും ഒക്കെ ഈ എന്താ പറഞ്ഞ അനിൽ ബോസ് അങ്ങനെന്താണ് അയാൾ പറഞ്ഞത്. അയാളുടെ കേസിന്റെ ഹിസ്റ്ററിയിൽ അതുണ്ട്. ഇന്ന ആള് ജോലി റെഡിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അന്ന് അവിടെ ലോ കോളേജിൽ KSUന്റെ പ്രസിഡന്റാണ്. അയാളായിട്ട് സംസാരിച്ച് ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഏതോ ആളുകളിൽ നിന്ന് പൈസ വാങ്ങി അവിടെ കൊടുത്തപ്പോ ഈ വാങ്ങിച്ച ആൾക്ക് ഈ പയ്യന്റെ ചെക്കാണ് കൊടുത്തത്. മറ്റ് ജോലി കിട്ടിയുമില്ല, കാശ് പോവുകയും ചെയ്തു. സ്വാഭാവികമായി ഈ മറ്റൊരു ചെക്ക് കേസ് കൊടുത്ത് ഇവരെ ശിക്ഷിച്ചു. കാരണം ഇവർക്ക് ഇവര് തിരിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെ അവൻ ശിക്ഷ അനുഭവിക്കാൻ തീരുമാനിച്ചു. കാശില്ലെങ്കിൽ പിന്നെ ശിക്ഷ അനുഭവിക്കലേ വഴിയുള്ളൂ. അപ്പൊ അവൻ എഴുതാൻ അറിയുന്ന, വായിക്കാൻ അറിയുന്ന, നല്ല ഗ്രാഹ്യമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അയാളെയാണ് ആ ജയിലിലെ എല്ലാ എഴുത്തുകുത്തുകയും പോലീസുകാർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഈ സഹതടവുകാരന്റെ ഒരു മുറിയിലല്ലേ അവർ താമസിക്കണം. അയാൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കത്ത് നീ തയ്യാറാക്കി തന്നെ, എനിക്ക് ചില അക്ഷരങ്ങൾ വഴങ്ങില്ലായിരുന്നു. അങ്ങനെ അയാൾ എഴുതി കൊടുത്തു. അതാണ് അയാൾ കോടതിയിൽ വന്നത്. അയാളോട് ഈ A1 പറഞ്ഞ കാര്യങ്ങളാണ് അയാൾ കത്തിരിക്കുന്നത്. അതിൽ ദിലീപും ഇദ്ദേഹവും തമ്മിൽ ഈ കാര്യം ധാരണ എത്തി, ഇതിന്റെ പൈസയും ധാരണ എത്തി എന്നും പറഞ്ഞാണ് അതിൽ എഴുതിയിരുന്നത്. ഈ കത്ത് കോടതി നിഷേധിക്കുന്നത് ഇയാൾ ക്രിമിനലാണെന്ന് പറഞ്ഞിട്ടാണ്. എഴുതിയാള് ജയിലിൽ സഹതടവുകാരനായിട്ട് കിട്ടണമെങ്കിൽ പോലീസുകാരന് കിട്ടുമോ? അഭയ കേസിൽ വർഷങ്ങളോളം നടത്തിയിട്ട് അവസാനം ശിക്ഷിച്ചത് ഒരേ ഒരാളുടെ മൊഴിയാണ്. അയാൾ ആരായിരുന്നു? അയാൾ അടയ്ക്കാരാജു. കള്ളനായിരുന്നു. കള്ളനോ കൊലപാതകയോ ആരും ആയിക്കോട്ടെ, പറയുന്നത് ശരിയാണെങ്കിൽ അയാൾ സാക്ഷിയാണ് അല്ലെ? ആ സാക്ഷി കോടതിയിൽ വന്ന് മൊഴി പറഞ്ഞിട്ടുണ്ട്. അത് ഡയറക്റ്റ് എവിഡൻസ് ആണ്. ആ എവിഡൻസിനെ കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജഡ്ജ്മെന്റിൽ നോക്കണം. എനിക്ക് ജഡ്ജ്മെന്റിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. കാരണം അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ കുട്ടിയുടെ അഭിഭാഷക എന്ന നിലയിൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് ഞാൻ കമന്റ് പറയുന്നത് അപ്പീലിനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു തരത്തിലൊക്കെ പറയാൻ തയ്യാറില്ല. പക്ഷെ പിന്നെ രണ്ടാമത് കത്ത് എഴുതിയത് ഈ പൾസർ സുനി നേരിട്ടാണ്. അതിന്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. പക്ഷെ അതിന് ചില അക്ഷരങ്ങൾ വഴങ്ങില്ല. അപ്പൊ അതുകൊണ്ടാണ് അയാൾ അന്ന് ബിപിൻ ലാലിനെ കൊണ്ട് കത്തിച്ചു. ഇപ്പൊ അയാൾ കത്തെഴുതിയ കത്തില് അയാൾ പറയാണ്, നിങ്ങൾ വഞ്ചുമാരെ വഞ്ചിച്ച പോലെ എന്നെ വഞ്ചിച്ചു. എനിക്ക് ഇനി ഞാൻ നിങ്ങളെ കുറിച്ച് ഇട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളുടെ പൈസ ഇനി വേണ്ട. ആ കത്തിനെ കുറിച്ച് കോടതി കാണുന്നത് എന്താ? ഈ ക്രിമിനൽ ഇത്രയും നല്ല കത്ത് എഴുതുന്നതാണ്. അപ്പൊ കോടതിയില് നമ്മൾ സാധാരണ ഒരു കത്തോ ഒരു ഡോക്യുമെന്റോ തെളിയിക്കണ എങ്ങനെയാണ്? ഇയാളെ എഴുതിയതാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട്. ഈ കേസിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് വിട്ടു. ആ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് അതിൽ ഇത് ഇയാളുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു.
ഇനി നിങ്ങൾക്ക് സംശയമുണ്ടത്, പ്രതിഭാഗത്തിനോ ജഡ്ജിക്കോ സംശയമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നേരെ അറ്റ്ലീസ്റ്റ് ഒന്നുകിൽ CFSലേക്ക് അയക്കണം മുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഒരു സ്വകാര്യ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനേക്കാളും അയച്ചിട്ട് ഇത് ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ, ഇവർക്ക് സ്വാധീനിക്കാലോ അവരൊക്കെ. ഈ സ്വകാര്യ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ആണെങ്കിൽ സ്വാധീനിക്കുകയും ചെയ്യാറ്. അയാൾക്ക് വിട്ടിട്ട് ഇത് ഇവന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് കോടതിയിൽ വേണം. ഇതൊന്നുമില്ല. നിങ്ങൾ നോക്ക് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് ഇപ്പൊ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിരിക്കണം. നമ്മൾ കോടതിനെയോ ജഡ്ജിനെയോ കുറ്റം പറയണില്ല. ഇതൊരു സാധാരണ പ്രൊസീജിയർ പോലെ ചെയ്തിട്ടില്ല. ചെയ്യിക്കേണ്ടതല്ല, ചെയ്യേണ്ടതാണ്. അത് ആർക്കും ആരെ കൊണ്ടും ചെയ്യിക്കാൻ സാധ്യമല്ല. ഒരു കേസ് പ്രോസിക്യൂഷന്റെ കേസ് പറയുന്നു, പ്രതിഭാഗത്തിന്റെ കേസ് പറയുന്നു, രണ്ടുപേരും ആർഗ്യുമെന്റ് നോട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള വഴി സ്വീകരിക്കേണ്ട ആള് ജഡ്ജാണ്. അതെ, അതാണല്ലോ ധാരാളം പരിശോധിക്കേണ്ടത്. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിരുന്നു പറഞ്ഞനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതല്ല, അതിന് എനിക്ക് പറയാനുള്ളതേ, ഓരോ ആളുകളുടെയും കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും. ഈ ജഡ്ജിക്ക് ചിലപ്പോൾ സ്വീകരിക്കില്ല, അതുകൊണ്ടാണ് അവരത് സ്വീകരിക്കാത്തത്. നിയമത്തിനൊരു നിങ്ങൾ പറയുന്നത് പോലെ പ്രോസിക്യൂഷൻ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യം, ആ തെളിവില്ല എന്ന് ആർക്കും പറയാൻ പറ്റണില്ലല്ലോ. ആ തെളിവ് ഞാനും നിങ്ങളും കാണുന്ന പോലെ കാണുന്നില്ല മൂന്നാമതാണ്. അതാണ് അതിപ്പോ ഞങ്ങൾക്ക് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല ചിന്തിച്ചെന്ന് വേണേ മനസ്സിലാക്കാൻ. അത് ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ആ ചോദ്യം ഒഴിവാക്കണം. കാരണം നമുക്ക് ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞാൻ റെഡിയല്ല. കാരണം ഞാൻ ആ കേസിൽ ഒരു വക്കീലാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും അത് അപ്പീലിനെ ബാധിക്കും. ഒരു കാരണവശാലും ജഡ്ജിയുമായി ബന്ധപ്പെട്ടോ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കോടതിക്ക് അത് സ്വീകാര്യമായില്ല. ഇനി മോൾ കോടതികൾ അത് പരിശോധിക്കട്ടെ, അവരാ കാര്യങ്ങൾ അനലൈസ് ചെയ്യട്ടെ, വിധി പറയട്ടെ. തീരെ തെളിവില്ലാതെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചെയ്ത പണിയുടെ ഒരു കാര്യം പറയണ്ടേ എന്ന് കരുതി ഞങ്ങൾ കൊടുത്ത ആർഗ്യുമെന്റ് നോട്ടിന്റെ ഒരു 2 ഭാഗം പറഞ്ഞതേ ഉള്ളൂ. അതേസമയം ജഡ്ജ്മെന്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പറയാനോ ആവർത്തിക്കാനോ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടല്ല. പിന്നെ എനിക്കൊരു അറിവില്ലാന്ന്, ഒരു വിവരമില്ലാത്ത അഡ്വക്കേറ്റ് ആണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും 30 വർഷമാവാണ് ഈ ജനുവരിയിലേക്ക് ഞാൻ ഈ പ്രൊഫഷനിൽ ആരാണെന്ന് എനിക്ക് എന്തെങ്കിലും കഴിവ് 6ാമത്തെ മാസത്തിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരോട് നിങ്ങളൊരു അന്വേഷണം നടത്തും. എനിക്ക് വിവരം കൊടുക്കുകയാണ്. ഇവരൊക്കെ എല്ലാവർക്കും അറിഞ്ഞു പറഞ്ഞൊക്കെ ഇരിക്കും. നമുക്കൊരു കേസ് നടത്താൻ ഒരു കക്ഷി എൻ്റെ അടുത്ത് വന്നാൽ 100% ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടും കയ്യിൽ നിന്ന് കാശെടുത്തിട്ടും കേസ് നടത്തുകയും വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. പ്രമാദമായ കുപ്രസിദ്ധമായ ഈ കേസിലെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ തുടരും.